എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാനൊരു വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നല്ലതായിട്ട് വരുവാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടുന്ന ചേരുവകൾ എടുത്തു വച്ചിട്ടുണ്ട്. പാല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പാൽ ഞാൻ അടുപ്പത്തേക്ക് ചൂടാകാൻ ഒഴിച്ച്, ബാക്കിയില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഒന്ന് പൊടിയിട്ട് ഇളക്കി ലയിപ്പിച്ചിട്ട് അടുപ്പത്തേക്ക് ഒഴിക്കാം. നമ്മുടെ പാൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ലയിച്ച് കഴിയുമ്പോൾ നമുക്ക് കോൺഫ്ലോർ പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാലിൽ, അതൊഴിച്ച് കൊടുക്കാം. കോൺഫ്ലോർ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകും. കട്ടിയായി വരുന്നുണ്ട്. ഓഫ് ചെയ്തു. അടുപ്പിൽ നിന്നും വാങ്ങി വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കിതിൽ നിന്ന് ചൂട് മാറ്റിയെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി, ചായപാത്രത്തിന്. അപ്പോൾ ആ സമയത്തിൽ നമുക്ക് ക്രീമിനുള്ള വെണ്ണയും പഞ്ചസാരയും കൂടി മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ പഞ്ചസാര ആദ്യം പൊടിച്ച് വെണ്ണയിലോട്ടിട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. വെണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വെണ്ണയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ മിക്സിയിലോട്ട് ചേർത്ത് ഒന്ന് തണുപ്പ് പോയിട്ടുണ്ട്, അല്ല ചൂട് പോയിട്ടുണ്ട്, തെറ്റിപ്പോയി. മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഒന്ന് കറക്കിയെടുക്കാം. പഞ്ചസാരയും വെണ്ണയും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് ഒരല്പം എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസ് 2 ഡ്രോപ്പായി ഒഴിച്ചിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിലോട്ട് വയ്ക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.